ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് വെൽക്കം ബാക്ക് ടു തനൂസ് ഡയറീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെയും ഒരു സന്തോഷ വാർത്തയായിട്ട് വന്നേക്കുന്നുണ്ട്. നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് ഇൻ്റർവ്യൂ ഡേറ്റ് അനൗൺസ് ചെയ്തേക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. ഫെബ്രുവരി 4 തൊട്ടിട്ടാണ് നമ്മുടെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് ഒത്തിരി പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ കാണുമോ ഇല്ലയോ, വെറുതെ ആയിരിക്കാം പറയുന്നതെന്നൊക്കെ. പിന്നെ കുറച്ച് പേര് സീരിയസ് ആയിട്ട് എടുത്തതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഫൈനലി നമ്മുടെ PSC പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. ഫെബ്രുവരി 4 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവാം. ഇനി നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്ന് കരുതി പേടിക്കേണ്ട. പ്രൊഫൈൽ മെസ്സേജിനകത്ത് കയറി നോക്കുക, പ്രൊഫൈലിനകത്ത് കയറി നോക്കുക. അപ്പോൾ നമുക്ക് അതിനകത്ത് മെസ്സേജ് വന്നിട്ടുണ്ടാവും, ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് എവിടെ വെച്ചിട്ടാണ് എന്നുള്ളൊക്കെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ടൈം എല്ലാ കാര്യങ്ങളും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് ലോഗിൻ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനകത്ത് മെസ്സേജ് വന്നിട്ടുണ്ടാവും. സോ അതിനനുസരിച്ച് നിങ്ങൾ ഇനി എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരുപാട് കോച്ചിങ് സെൻറ്റേഴ്സ് ഇൻ്റർവ്യൂവിൻ്റെ മോക്ക് സെക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മോക്ക് സെക്ഷൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ല നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അതിനെ പ്രിപ്പയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഇനി ഒന്നും പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇനി നമുക്ക് സമയമുണ്ട്. ഒരു 10-12 ദിവസം കൂടെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ 10-12 കൂടുതൽ ദിവസങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസങ്ങളിൽ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കൂടുതലും ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന മേഖലയും നമ്മുടെ CV ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു മേഖലയെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് അറിവുള്ളവരായിരിക്കുക. അതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചു വയ്ക്കുക. പിന്നെ കുറച്ച് GK റിലേറ്റഡ് ആയിട്ടുള്ളത് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക കേട്ടോ. ഇപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഓവർവ്യൂ പറയുവാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം DHS എക്സാമിന് എല്ലാ ഏരിയയിലും അവർ കവർ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. GK വൈസ് ആയാലും കൂടുതലും അവർ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ചോദ്യങ്ങൾ വരിക. സോ അത് നമ്മൾ ഇൻ്റലിജൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ പദ്ധതികളുണ്ടല്ലോ, തൊഴിലുറപ്പ് പദ്ധതി, ഹരിതകർമ്മസേന, അങ്ങനെയുള്ള ഗവൺമെൻറ് സ്കീംസിനെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനെയൊക്കെ പറ്റി എപ്പോഴും അവെയർ ആയിരിക്കുക. നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് പദ്ധതികളെ കുറിച്ചിട്ട് നല്ലോണം അവെയർ ആയിരിക്കും. അതിനെയൊക്കെ പറ്റി പഠിച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ, നമ്മുടെ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകാനുള്ള CV ഒക്കെ നമ്മൾ റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ CV എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ബയോഡേറ്റ എങ്ങനെ പൂരിപ്പിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എങ്ങനെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ഹൗ ടു ക്രാക്ക് ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ കുറച്ച് ടിപ്സ് ഉണ്ട്. നമ്മൾ ഈ പഠിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ഭാഗത്തു നിന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവ്യൂ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിടിച്ചെടുക്കാൻ പറ്റും, മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള കുറച്ച് ടിപ്സ് ഷെയർ ചെയ്യാം. പിന്നെ കോമൺ ആയിട്ട് DHSൽ ചോദിച്ച കാര്യങ്ങളുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യാം. ഒരുപാട് പേര് നമ്മുടെ ചാനലിനകത്ത് തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസും അവരുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. DHS ഇൻ്റർവ്യൂ എങ്ങനെയായിരുന്നു, പിന്നെ DME ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നില്ല കേട്ടോ. എവിടെയെങ്കിലും ഒരു ഇതെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ ഒരു ജസ്റ്റ് നമുക്ക് മറ്റുള്ളവർക്കൊരു ഓവർവ്യൂ കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ നമുക്കിപ്പോൾ DHSൽ നടന്ന ഇൻ്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് അനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. സോ അതുകൂടാതെ തന്നെ കുറച്ച് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, എങ്ങനെ നമ്മൾ CV തയ്യാറാക്കണം, അതിന് എന്തൊക്കെ മേഖലയിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയെ നമുക്ക് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. ഇൻ്റർവ്യൂ ടിപ്സ്. പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, അതൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻ്റർവ്യൂ ഡേറ്റ് വന്നിരിക്കുകയാണ്. ആരും ഇനി മടുത്ത് പോകാതെ, അല്ലെങ്കിൽ അതിനൊരു നിസ്സാരമായിട്ട് കാണാതെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട് തന്നെ പഠിക്കുക. കാരണം നമ്മുടെ ഒരു മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ റാങ്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് തീരുമാനിക്കുന്നതാണ്. സോ ഒരു 0.5 വ്യത്യാസം വരുന്നത് പോലും നമ്മുടെ റാങ്ക് ചിലപ്പോൾ ഏറ്റവും താഴെ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സോ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ ബൈ, സീ യു അഗൈൻ.